എറണാകുളം പുത്തൻകുരിശിൽ 3 മാസം പ്രായം ഉള്ള നായക്കുട്ടിയോട് വലിയ ക്രൂരത. നായക്കുട്ടിയുടെ മുഖത്തേക്ക് രാസലായിനി ഒഴിച്ചുവെന്നുള്ള പരാതി വരികയാണ്. പുത്തൻകുരിശ് സ്വദേശി നയന വളർത്തുന്ന നായയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. ഈ വിഷയത്തിൽ കുടുംബം പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ്. ഒരു വീട്ടിൽ ഒരു നായയെയോ പൂച്ചയെയോ അതടക്കമുള്ള ഏത് മൃഗത്തെയോ ഓമനിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം മക്കളെക്കാൾ വലിയ വാത്സല്യവും ഹൃദയവികാരവും കൊടുത്താണ് പെറ്റ്സിനെ അഥവാ ഓമന മൃഗങ്ങളെ വളർത്തുന്നത്. അവരുടെ ജീവൻ പറഞ്ഞു പോകുന്നത് പോലെയായിരിക്കും ആ ഓമന മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതിന് നേരെ ആരെങ്കിലും ക്രൂരത കാണിച്ചാൽ. എന്താണ് സംഭവിച്ചത്? വിജിത വിവരങ്ങൾ നൽകുന്നു. വിജിത. സൂചിപ്പിച്ചതുപോലെ തന്നെ പുത്തൻകുരിശ് സ്വദേശിയായിട്ടുള്ള നയനയുടെ വീട്ടിലെ വളർത്തുന്ന നായക്കുട്ടിക്ക് നേരെയാണ് ഇപ്പോൾ ഒരാക്രമണം ഉണ്ടായിരിക്കുന്നത്. രാസലായനി ഒഴിച്ചു എന്ന പരാതിയിലാണ് ഈ ഒരു കേസ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അയൽവാസിയെ സംശയിക്കുന്നു എന്നുള്ള തരത്തിലെല്ലാം ഈ ഒരു കേസിൽ നയന പറയുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും 3 മാസം മാത്രം പ്രായമാണ് ഈ ഒരു നായക്കുട്ടിക്കുള്ളത്. കൂട്ടിൽ നയന പുറത്തു പോകുമ്പോൾ അടച്ചിട്ട് പോയ നായക്കുട്ടിക്കാണ് വന്നപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നേരിട്ട് നയന കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ നായ്ക്കുട്ടി കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ നായ്ക്കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കെല്ലാം വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡോക്ടറുടെ അടുത്തെല്ലാം കൊണ്ടായപ്പോഴും ഇവർക്ക് സംശയമുണ്ടായിരുന്നത് പാമ്പ് അല്ലെങ്കിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലും ആക്രമിച്ചോ എന്നുള്ള കാര്യത്തിലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സാധ്യത അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു നായ്ക്കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ അടക്കം പറയുന്ന കാര്യമുണ്ടായത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാമ്പാണെങ്കിൽ പോലും ഒരു അളവിൽ കൂടുതൽ വിഷം ചീറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ നായ്ക്കുട്ടിയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾക്കടക്കം പൊള്ളലേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലിന് ചെറിയ രീതിയിൽ പൊട്ടലേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായ മുഴുവൻ പൊള്ളിയ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ ഒരു നായക്കുട്ടി രാസലായനി കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം രാസലായനി മുഖത്തേക്ക് ഒഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് സാധ്യതകൾ ഡോക്ടർ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ പുത്തൻകുരിശ് പോലീസിലാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പരാതിയുമായി കുടുംബം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബത്തോട് പോലീസ് സ്റ്റേഷനിൽ എത്താനും കൂടുതൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിനായി പോലീസ് സ്റ്റേഷനിൽ എത്താനെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നായക്കുട്ടിയോടൊക്കെ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യണമെങ്കിൽ എത്രമാത്രം ഒരു മനോനില ഒക്കെ തെറ്റിയ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂരതയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ MS നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് പലപ്പോഴും മൃഗങ്ങളെ എല്ലാം ഓമനിച്ച് വളർത്തുന്നവർ, അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ മൃഗങ്ങളെ നോക്കുന്ന ഒരുപാട് പേരിവിടെയുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതൊരിക്കലും അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ച ആർക്കും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല വിജിത. നായകളെയും അതുപോലെ തന്നെ പൂച്ചകളെയും ഓമന മൃഗങ്ങളായി വളർത്താൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ആ രീതിയിലുള്ള മനോഘടന ഉണ്ടാവുക. അതേസമയത്ത് നായകളോടും പൂച്ചകളോടും വെറുപ്പുള്ള മനുഷ്യരും ഉണ്ടാവും. അവരുടെ നായകളുടെ ഗന്ധം, അതേപോലെ അവയുടെ രോമം, അതുമൂലം അലർജി ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ അയൽ വീടുകളിൽ ഫ്ളാറ്റുകളിലോ മറ്റോ വളർത്തുന്ന നായ്ക്കളുടെ കുര കേട്ടിട്ട് അസഹ്യതയോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത അയൽവാസികൾ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളായിരിക്കും. അത് മനോഘടന എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾക്ക് പുച്ഛിക്കാനും കഴിയില്ല. അപ്പോൾ നായകളുടെ അതിശക്തമായിട്ടുള്ള കുര കൊണ്ട് പഠിക്കാൻ കഴിയാതെ പോകുന്നവർ, നായയുടെ നിരന്തരമായ കുര കൊണ്ട് ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടങ്ങാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വലിയ കുര, എന്ത് ചെയ്യാൻ കഴിയും? അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പരാതി കൊടുത്താൽ ഉടൻ തന്നെ അങ്ങനെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോലീസിൻ്റെ ഇടപെടൽ വരും. അപ്പോൾ 2 തട്ടുകളുണ്ട് ഇതിൽ. പക്ഷേ ഒരു വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ആ വീട്ടിലെ ഓമന മൃഗത്തെ ഈ രീതിയിൽ ക്രൂരത കാണിക്കാൻ പാടില്ല. എന്തായാലും അയൽവാസിയെ സംശയിക്കുന്നു എന്ന് പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാവട്ടെ. എറണാകുളം പുത്തൻകുരിശിൽ 3 മാസം പ്രായമുള്ള നായക്കുട്ടിയോടുണ്ടായ ക്രൂരതയുടെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു വിജിത.